അതിലേക്ക് പോകരുതെന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഞാൻ അവർ നിരാഹാരം തുടങ്ങുന്നതിന്റെ തലേദിവസം തന്നെ ഞാൻ അവരെ വിളിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിലേക്ക് പോകരുത് എന്നുള്ളത് അഭ്യർത്ഥിച്ചിരുന്നു. ആശാ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ്. 2005-2006 തുടങ്ങിയത്. ആശാ സ്കീം തുടങ്ങിയത് അന്ന് ഇൻസെന്റീവ്സ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അവരുടെ ഗൈഡ് ലൈൻ വുമൺ വോളണ്ടിയർ എന്നുള്ള ഗൈഡ് ലൈൻ നിലനിൽക്കുന്നു. ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് എഴുതിയെടുത്തത് ആ ഗൈഡ് ലൈനിൽ കേന്ദ്രം സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്നു, സ്റ്റേറ്റ്സ് കനോട്ട് ചേഞ്ച് ദിസ് ഗൈഡ് ലൈൻ. സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച് അതർ ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദിസ് വൺ എന്നാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ള നിലപാടും അതോടൊപ്പം ഇപ്പോ ഓണറേറിയത്തിന്റെ സംബന്ധിച്ച കാര്യത്തിൽ ഓണറേറിയത്തിൽ ഏറ്റവും മികച്ച നിലയിൽ രാജ്യത്ത് നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അത് നമ്മൾ നൽകിയിട്ടാണ് പറയുന്നത് ഇനിയും ഇൻസെന്റീവ്സ് ഉയർത്തണം. ഇൻസെന്റീവ്സ് ഉയർത്തുമ്പോൾ കേന്ദ്രം മാത്രമല്ലല്ലോ അത് ചെയ്യുന്നത്. കേന്ദ്രം 100 രൂപ കൂട്ടിയാൽ 60 രൂപ കേന്ദ്രവും സംസ്ഥാനം 40 രൂപയുമാണ്. ഇൻസെന്റീവ്സ് കൂട്ടണം, വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം. ഞാൻ 2 വർഷം മുൻപ് 1.5 വർഷം മുൻപോ ആശമാരിൽ എത്ര പേർ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ 26,125 ആശമാരിൽ 13,000 ആശമാർ ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു, ഈ 13,000 ആശമാരെയും കാസ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നാഷണൽ ഹെൽത്ത് മിഷന് കൊടുക്കണം, നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് 13,000 പേര് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപേക്ഷ കൊടുത്ത് 1.5 വർഷമായി. അവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് അവരുടെ പേര് എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്കത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അവർ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പണം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഒരു വർഷം 1,600 കോടി രൂപ ഇൻഷുറൻസിൽ നൽകുന്നത് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ആശമാരെ ഉൾപ്പെടുത്തണം എന്നുള്ള 1.5 വർഷത്തിലധികമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ 13,000 ആശമാരാണ് ഇനി ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത്. അവരെ ഉൾപ്പെടുത്തണം എന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം അത് പരിഗണിക്കണം എന്നുള്ളതാണ് ഇപ്പോഴും പറയാനുള്ളത്. ശരി. ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി തുടങ്ങിയത്. അപ്പോ അവിടെ നമുക്ക് ഒരു പോസ്റ്റാണ് കാർഡിയോളജിസ്റ്റ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഉണ്ടായത്? വർഷങ്ങളായിട്ട് നമുക്ക് ഒരു പോസ്റ്റാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ആ ഒരു ആവശ്യം ഉണ്ടാകുന്നത്? അത്രയും ആളുകൾ പാലക്കാട് ജില്ലാ ആശുപത്രി ആശ്രയിക്കുക. നമുക്കൊരു 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റോ കാർഡിയോളജി വിഭാഗമോ ഉണ്ടായിരുന്നേ ഇല്ല. അപ്പൊ പാലക്കാട് ഒരു കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിച്ചു. കിഫ്ബിയിലൂടെ കാത്ത് ലാബ് അവിടെ അനുവദിച്ചു. അപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ആളുകളുടെ എണ്ണം നല്ല നിലയിൽ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം അത്രയും കൂടുന്നുണ്ട്. പാലക്കാട് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിക്കുന്ന വിഷയം ആരോഗ്യ വകുപ്പ് ധനവകുപ്പുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഫൈനൽ ആയിട്ടുണ്ട്. ഞാൻ സഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ അതിന്റെ അന്തിമ അനുമതി ഉണ്ടാവും. ടീം, ജനപ്രതിനിധികളുടെ സംഘം, പൊതുസമൂഹം എല്ലാവരും HMCയും എല്ലാം അതിന്റെ ഭാഗമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചു. ഒരു ആശുപത്രി എങ്ങനെ ഇപ്പൊ നമ്മളിവിടെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കൂ. ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത്. ആശുപത്രിയിലെ സൗകര്യം ഏത് സ്വകാര്യ മേഖലയിലെ ആശുപത്രിയുടെ സൗകര്യങ്ങളെ വെല്ലുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നിപ്പോ ഈ കാലഘട്ടത്തിലാണ് വയനാട് നമുക്ക് കാത്ത് ലാബ് ആരംഭിക്കാൻ കഴിഞ്ഞത്. കാർഡിയോളജി ആരംഭിച്ചു, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. DMEയിൽ നിന്ന് അവിടെ കാളെ വിട്ടു. DHSൽ നിന്ന് നമുക്ക് പോസ്റ്റ് ക്രിയേഷൻ അവിടെ സാധ്യമാകുന്നു. അപ്പോൾ ആ നിലയിൽ നല്ല നിലയിൽ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എക്കോ ചെയ്യുന്നുണ്ട്. ഇവിടെ ആഴ്ചയിൽ 120ഓളം ആണ് നമുക്ക് വരുന്ന. 170 ഒരു മാസം 170 ടോട്ടൽ ഇവിടെ ചെയ്യുന്ന എക്കോ. ഒരു താലൂക്ക് ആശുപത്രിയിലാണ് എന്നുള്ളത് നാം ആലോചിക്കണം. അപ്പൊ അതാണ് ജനങ്ങളുടെ സന്തോഷം. ഇവിടെ നോക്കൂ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ നിൽക്കുന്നത്. ജനങ്ങൾ ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നു. ആരോഗ്യ പ്രവർത്തകർ അവരുടെ സന്തോഷം പ്രകടമാക്കുന്നു. അപ്പോൾ ഇനി ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. നാഷണൽ മെഡിക്കൽ കമ്മീഷന് നവംബർ 3-ാം തീയതിക്ക് മുൻപ് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു. അപ്പൊ അതെല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു. അതിനൊരു ഫീസ് അടച്ചുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആ അപേക്ഷ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് വയനാടിൽ നമ്മൾ നഴ്സിംഗ് കോളേജ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ അവരുടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പണി പൂർത്തിയായി അവിടെ ഫംഗ്ഷനിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ നടത്തുന്നത്. അതുകൂടാതെ നൂൽപ്പുഴയിൽ സിക്കിൾ സെൽ രോഗികളുടെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ പോകുന്നത് സിക്കിൾ സെൽ പേഷ്യൻസിന് സംസ്ഥാനത്ത് നമ്മളൊരു കാർഡ് നൽകുകയാണ്, ID കാർഡ്.
ഇപ്പോൾ കുറച്ച് ഇവിടെ ഇപ്പോൾ പോയിന്റ് ഓഫ് കെയർ മറ്റെല്ലാ സൗകര്യങ്ങളും ജില്ലയിൽ തന്നെ ഒരുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. സിക്കിൾ സെൽ പേഷ്യൻ്റ് ആയിരിക്കുന്ന ആൾക്ക് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനായിട്ട് നമുക്ക് കഴിയും. അത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണ്. ആ ടീമിനെ സർക്കാർ മെഡിക്കൽ കോളേജിലെ നമ്മുടെ ടീമിനെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജ് സുപ്രീം കോടതിയിൽ കേസാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അക്കാഡമിക് ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതില് ഹൈക്കോടതി ഒരു ടെക്നിക്കൽ കാര്യമാണ് പറഞ്ഞത്. ഈ ലാൻഡ് ഈ നിലയിൽ ഏറ്റെടുക്കുക. അപ്പൊ അതിലൊരു പ്രൊസീജിയറിലൊരു, അതായത് ആ നടപടിക്രമങ്ങളിൽ വന്ന ഒരു പ്രശ്നത്തെയാണ് ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതില് ആരോഗ്യവകുപ്പ് കക്ഷിയല്ല, പക്ഷെ ബഹുമാനപ്പെട്ട CM-ന്റെ മീറ്റിംഗിലും അതോടൊപ്പം റവന്യൂ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗിലും ഒക്കെ ബഹുമാനപ്പെട്ട CM തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ആ ഒരു പ്രൊസീജിയറൽ എററിന്റെ പ്രശ്നം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്, കിഫ്ബിയിലൂടെയാണല്ലോ നമ്മൾ അതിൽ പണം അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ഏജൻസിയൊക്കെ നിശ്ചയിച്ച് DPR ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഇത് അനുവാദം കിട്ടിയാൽ ഉടനെ നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്തി അതിന്റെ മറ്റ് അംഗീകരിക്കപ്പെടുന്ന സാങ്കേതിക അനുമതികൾക്കുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അല്ല, എല്ലാം ഓരോ വിഷയം അഡ്രസ് ചെയ്ത് തന്നെ പോകും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ സാധ്യം, ഇപ്പോൾ 10 കോടി രൂപ മെഡിക്കൽ കൗൺസിലിന് തന്നെ ഇപ്പോൾ അവിടെ കൊടുത്തത് നമുക്കിപ്പം മറ്റ് ഒരു സഹായം കിട്ടുന്നില്ലല്ലോ. ഞാനിപ്പോ കേന്ദ്രത്തോട് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു, ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വയനാടും കാസർഗോഡുമാണ് നമുക്കിനി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ളത്. പാലക്കാട് SC/ST ഡിപ്പാർട്ട്മെന്റിന്റെയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ മറ്റ് 11 നമുക്ക് മെഡിക്കൽ കോളേജുകൾ സാധ്യമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ്. ഇനി നമുക്ക് മെഡിക്കൽ കോളേജുകൾ MBBS പഠനം, മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ടുള്ളത് വയനാടും കാസർഗോഡുമാണ്. അപ്പൊ അതിനുള്ള ധനസഹായം രാജ്യത്തുടനീളം മെഡിക്കൽ കോളേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് വയനാട്. അതുപോലെ കാസർഗോഡ് ജില്ല എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുള്ള ജില്ലയാണ് കാസർഗോഡ്. അപ്പൊ അതുകൊണ്ട് ഈ 2 ജില്ലകൾക്ക് ഒരു ധനസഹായം കൂടി നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം വീണ്ടും അപേക്ഷിക്കുകയാണ്. അതുകൂടാതെ സംസ്ഥാനം മെഡിക്കൽ കൗൺസിൽ 10 കോടി രൂപ നൽകിയിട്ടുണ്ട് വയനാടിന് വേണ്ടിയിട്ട്. ആ 10 കോടി രൂപയിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുകയാണ്. ആദ്യമേ നിങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഞാൻ വയനാട് ജില്ലയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് വിവിധ പരിപാടികൾക്ക് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും മാധ്യമങ്ങൾ ഒന്നിച്ച് വരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേക നന്ദി. വൈത്തിരി താലൂക്ക് ആശുപത്രി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ഉദ്ഘാടനങ്ങൾ പൂർത്തീകരിച്ചുള്ള ഉദ്ഘാടനമാണ് നടത്തിയിട്ടുള്ളത്. അമ്മയും കുഞ്ഞും ബ്ലോക്ക് 7.5 കോടി രൂപയുടെ ഉദ്ഘാടനം നടത്തി. അതുകൂടാതെ OPD ട്രാൻസ്ഫോർമേഷൻ 1,45,00,000 രൂപയുടെ അത് നടത്തുകയുണ്ടായി. ലാബിന്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അതോടൊപ്പം PP യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. ഇനി ഞാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടുത്തെ ഒരു സന്തോഷം കണ്ടില്ലേ, അതായത് ഒരു താലൂക്ക് ആശുപത്രിയിൽ ആർദ്രത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി 56 മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ഒരു കുറച്ച് വർഷം മുമ്പ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാവുന്ന ഒരു കാര്യമായിരുന്നില്ല. ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന് വരുമ്പോൾ, അതായത് സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി ഇട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ, ഇവിടെ ബഹുമാനപ്പെട്ട MLA ശ്രീ T. സിദ്ദീഖ് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, നമ്മളിവിടെ സർവകലാശാലയുടെ കോൺഫറൻസ് ഹാളിൽ പോയി മീറ്റിംഗ് എടുത്തു. ഇവിടെ വലിയ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ഇവിടുത്തെ ടീമിനെ ഞങ്ങൾ ചേർത്ത്